കേരളത്തിന് വൈദ്യുതിക്ക് ഇപ്പോൾ ക്ഷാമമില്ല. കേന്ദ്ര പൂളിൽ നിന്നും നമുക്ക് ലഭിക്കാൻ അർഹതയുള്ള വൈദ്യുതി നമ്മളിപ്പോൾ വാങ്ങാതെ മറ്റു സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്തോളൂ എന്ന് പറയുകയാണ്. നിർദ്ദിഷ്ട ആനക്കയം ജലവൈദ്യുത പദ്ധതി 1980കളുടെ അവസാനവും 90കളുടെ ആദ്യം വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. സ്വപ്ന പദ്ധതി എന്ന് പറയുന്ന പോലെ ഒന്നും പറയാനുള്ള സാധനമില്ല. ശരിക്കും പറഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ഒരു ഭ്രാന്തൻ പദ്ധതി എന്നാണ് എന്നെ വിളിക്കേണ്ടത്. പുതിയ കാലത്തും കാട് മുറിക്കാൻ അത്യുത്സാഹം കാണിക്കുന്ന ഒരു അവസ്ഥ വൈദ്യുതി ബോർഡ് തുടരുന്നത് വളരെ നിർഭാഗ്യകരമാണ്. അതും ചാലക്കുടി പുഴയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അവരെപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. ആനക്കയം ജലവൈദ്യുത പദ്ധതി നമ്മളുടെ ഇവിടെ നടപ്പിലാക്കണ് എന്നറിയുന്നത് തന്നെ പത്രക്കട്ടിങ്ങളിലൂടെയാണ്. 625 വൻമരങ്ങൾ മുറിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൽ ചെറിയ മരങ്ങളുടെ കണക്കുകളൊന്നും അവർ പറയുന്നില്ല. 20 ഏക്കർ സ്ഥലമാണ് ഇതിനു വേണ്ടി മരങ്ങൾ മുറിച്ചു മാറ്റാൻ പോകുന്നത്. എണ്ണത്തിൽ ഏകദേശം 2000 വലിയ മരങ്ങൾ, അതായത് 70 സെന്റിമീറ്റർ മുതൽ 240 സെന്റിമീറ്റർ വരെ ഉണ്ടെങ്കിലും അതിൽ കൂടുതൽ അടിക്കാടുകളും അതുമായി തുടർച്ചയുള്ള ആവാസ വ്യവസ്ഥകളും നശിപ്പിക്കപ്പെടും. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിന്റെ ബഫർ സോണിൽ തന്നെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു മേഖലയാണിത്. പ്രത്യേകിച്ച് വന്യജീവികളുടെ സഞ്ചാരപഥവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കാടുകളുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിലും ഈ പ്രദേശത്ത് വലിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഒരു കോളനിക്കാരെ മാറ്റിപ്പാർപ്പിച്ച് അവര് ഇപ്പൊ 3 സ്ഥലങ്ങളിലായിട്ടാണ് താമസിക്കുന്നത്. വർഷക്കാലമായി അവര് പാറപ്പുറത്തും, രണ്ടാമത്തെ പ്രാവശ്യം വെള്ളത്തിന് ബുദ്ധിമുട്ടായ പുഴയുടെ തീരങ്ങളിലും, കൂടാതെ ഇപ്പൊ വീണ്ടും അവർ താമസിച്ചിരുന്ന സ്ഥാനത്തിൽ നിന്ന് മാറി വീണ്ടും ആനക്കയം എന്ന സ്ഥലത്തോട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെയാണ് ഈ 5.5 കിലോമീറ്റർ പാറ തുരക്കുക എന്ന് പറയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു പാരിസ്ഥിതിക ദുരന്തം കൂടി അതിന്റെ മേലെ വരുന്നുണ്ട്. ഇത്രയും വലിയ ഉറക്കം അവിടെ നടക്കാൻ വേണ്ടിയുള്ള പൊട്ടിക്കലുകളും പാറ പൊട്ടിക്കലുകളും എക്സ്പ്ലോഷൻസും മറ്റും നടത്തുമ്പോൾ അവിടുത്തെ വനമേഖലയ്ക്ക് ആകെ ഭീഷണിയോ? ഇത് അവിടുത്തെ ദുരന്ത സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ദുരന്ത നിവാരണ നിയമം പറയുന്നത് പരമാവധി ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ നടത്തണം എന്നുള്ളതാണ്. ദുരന്ത സാധ്യത പരമാവധി കുറയ്ക്കണം എന്നുള്ളതാണ്. ഇവിടെ പക്ഷേ ദുരന്തം വിളിച്ചു വരുത്തുന്ന ഒരു പദ്ധതിയായിട്ടാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വനമേഖലയെ ആശ്രയിച്ച് ജീവിത സന്ധാരണം നടത്തുന്ന കേരളത്തിലെ ഏറ്റവും പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന കാടർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി ഗ്രൂപ്പുകളുടെയും അവരുടെ നിലനിൽപ്പിന്റെയും കൂടി ഒരു പ്രശ്നമാണ്. ആ കാട്ടിൽ നിന്നാണ് വരുമാനങ്ങൾ കിട്ടുന്നത്. തേനായിട്ടും കുറുന്തേനായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പവർ ഹൗസ് വരെയും നല്ല കാടാണ്. അത് അറിവുള്ളവരുണ്ടെങ്കിൽ അത് മുറിക്കാനുള്ള അനുവദിക്കില്ല. വലിയ വലിയ മരങ്ങളും വെയിൽ വരെയും ഉദിച്ചാൽ താഴെ എത്താത്ത സ്ഥലങ്ങളാണ് അവിടെ. ഷോളയാർ എന്ന് പറഞ്ഞൊരു ഊരുണ്ട്. ഈ ഉരുൾപൊട്ടൽ നടന്ന ഊരിന്റെ തൊട്ടടുത്തൊരു പ്രദേശം. അതിന്റെ അടിയിലൂടെയാണ് തുരങ്കം പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഊരിലുള്ള ജനങ്ങളെയും കൂടി ഇത് ബാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആദിവാസി മേഖലകളിൽ എവിടെയൊക്കെയാണോ ആദിവാസികൾ താമസിക്കുന്നത് ആ പ്രദേശത്ത് എല്ലാം അണക്കെട്ടുകൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്രയും ശാശ്വതമുള്ള കാര്യങ്ങളല്ലാന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. പ്രത്യേകിച്ചും ഈ പറയുന്ന വനാവകാശം ഞങ്ങൾക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ 8 ഊരിലെ ജനങ്ങളും ഒരുപോലെ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളതാണ്. ഈ ജലവൈദ്യുത പദ്ധതി ആർക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുള്ളതാണ്. അവരുടെ അനുമതി ഇല്ലാതെയാണ്, അവരുടെ എതിർപ്പുകളെ വകവയ്ക്കാതെയാണ് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിന്റെ അനുമതി ഇതിന് ആവശ്യമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അനുമതി ഇല്ലാതെയാണ് ഇവർ ഈ പദ്ധതിയുമായിട്ട് ഇപ്പൊ മുന്നോട്ട് പോകാൻ നോക്കുന്നത്. ഇതൊരു അനാവശ്യമായ പദ്ധതിയാണ്. കേരളത്തിന്റെ ആകെ ആവശ്യത്തിന്റെ 1000-1 പോലും വൈദ്യുതി ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയില്ല. അവർ പറഞ്ഞ കണക്കിന് കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ തന്നെ. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയാണ്? ഇവിടുത്തെ ഈ കാട് മുറിക്കാനും അതുപോലെ തന്നെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനും അല്ലാതെ ഇത് ദോഷങ്ങൾ മാത്രം വരുത്തുന്നതാണ്. കേരളത്തിലെ പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തില് ഇനി 1 ഇഞ്ച് പോലും മഴക്കാട് നശിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഓരോ മരം വെച്ചുപിടിക്കുന്നത് പോലെയല്ല, ഏറ്റവും അധികം കാർബൺ സിങ്ക് ആയിട്ട് നമ്മുടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ നിത്യഹരിത വനങ്ങളുമാണ്. KSEB ഒഴിച്ച് ബാക്കി ആ ഭാഗം സന്ദർശിക്കുകയോ പഠിക്കുകയോ ചെയ്ത എല്ലാവരും ഈ വനമേഖലയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്.